കോട്ടിക്കുളത്തിൽ നിന്നും കുമ്പളയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ കോട്ടിക്കുളം കഴിഞ്ഞ് ബേക്കലും കാസർഗോഡും പിന്നിട്ടാണ് കുമ്പളയിൽ എത്തിച്ചേരുക. സദൺ റെയിൽവേയുടെ എല്ലാ ട്രെയിനുകളും ഇതേ റൂട്ടിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം കൊങ്കൺ റെയിൽവേയിലൂടെ ഓടുന്ന ട്രെയിനുകളും ഈ റൂട്ടിൽ കൂടി തന്നെയാണ് ഓടുന്നത്. കൊച്ചുവേളിയിൽ നിന്നും, നാഗർകോവിലിൽ നിന്നും, തിരുവനന്തപുരത്ത് നിന്നും, മദ്രാശിയിൽ നിന്നും മറ്റും മംഗലാപുരത്തേക്കും മുംബൈയിലേക്കും അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലേക്കും സഞ്ചരിക്കുന്ന എല്ലാ ട്രെയിനുകളും ഈ വഴിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്നാൽ ചുരുക്കം ചില ട്രെയിനുകൾ മാത്രമാണ് കോട്ടിക്കുളത്ത് നിർത്തുക. അല്ലാത്ത മിക്ക ട്രെയിനുകളും കാഞ്ഞങ്ങാട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ നിർത്തുക കാസർഗോഡാണ്. ഇങ്ങനെ ട്രെയിനിൽ കോട്ടിക്കുളത്ത് നിന്നും കുമ്പളയിലേക്ക് സഞ്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഇപ്പോൾ ചിന്തിക്കുന്നത് കോട്ടിക്കുളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ്. കോട്ടിക്കുളത്തെപ്പറ്റി നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടിയെത്തുക ഇവിടെയുള്ള സിയാറത്തുങ്കാൽ മക്ബറയാണ്. കോട്ടിക്കുളത്തിൻ്റെ പോർച്ചുഗീസ് അധിനിവേശനത്തെ സൂചിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ഈ മക്ബറ. 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കച്ചവട ആവശ്യാർത്ഥം മലബാറിലേക്ക് വന്ന പോർച്ചുഗീസുകാർ ലക്ഷ്യമിട്ടിരുന്നത് ഈ പ്രദേശത്ത് സുലഭമായിരുന്ന കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും വ്യാപാര കുത്തകയായിരുന്നു. അന്നേ വരെ നിലനിന്നിരുന്ന മലബാറുകാരുടെ അറബികളുമായുള്ള സൗഹൃദ കച്ചവടം തകർത്ത് പോർച്ചുഗീസുകാർ അവരുടെ ലക്ഷ്യം സ്വായത്തമാക്കി. ഇതിനുവേണ്ടി അവർ ക്രൂരമായ ആക്രമണങ്ങളും അഴിച്ചുവിട്ടു. മലബാറിൽ നിന്ന് കച്ചവട ആവശ്യാർത്ഥം പോകുന്ന കപ്പലുകളെ കൊള്ളയടിച്ചും യാത്രാ സംഘങ്ങളെ അംഗച്ഛേദം വരുത്തിയും കൊന്നും കടലിലേക്ക് തള്ളി സാധാരണ ജനങ്ങളോട് പോർച്ചുഗീസുകാർ കാട്ടിയ ക്രൂരതയ്ക്ക് കയ്യും കണക്കുമുണ്ടായിരുന്നില്ല. അകാരണമായി ദേഹോപദ്രവം ചെയ്യുക, പരിഹസിക്കുക, അപമാനിക്കുക, മുഖത്തും ശരീരത്തിലും കാർക്കിച്ചു തുപ്പുക, ഹജ്ജ് യാത്ര മുടക്കുക തുടങ്ങിയ പല വിധത്തിലും പലതരത്തിലും മലബാറിലെ മുസ്ലിങ്ങളെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. കുലീനകളായ എത്രയോ മുസ്ലിം സ്ത്രീകളെയാണ് പോർച്ചുഗീസുകാർ മാനഭംഗത്തിനിരയാക്കിയത്. എത്രയോ മുസ്ലിംകളെ അവർ നിർബന്ധിച്ച് ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യിപ്പിച്ചു. ഇതൊക്കെ അവരുടെ ചെയ്തികളുടെ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇങ്ങനെ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നു. കണ്ണൂർ കഴിഞ്ഞാൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ പിന്നിടുമ്പോൾ ഞാൻ കോട്ടിക്കുളത്തിൻ്റെ ചരിത്രത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഒന്നുകൂടി കൊണ്ടുപോവുകയാണ്. അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളിൽ മുസ്ലിങ്ങൾക്ക് തുണയായി കോഴിക്കോട് സാമൂതിരി രാജവംശം അടിയുറച്ച് പിന്തുണ നൽകി. പക്ഷേ അതുകൊണ്ടൊന്നും പോർച്ചുഗീസുകാർക്ക് വലിയ പോറലൊന്നും ഏറ്റില്ല. അവർ അവരുടെ കച്ചവട ശൃംഖല മലബാറിൽ നിന്നും അയൽ ദേശങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. പോർച്ചുഗീസുകാർക്കുള്ള എതിരെയുള്ള നാവിക യുദ്ധത്തിൻ്റെ അമരക്കാരൻ കുഞ്ഞാലി മരക്കാറായിരുന്നു. അവർ സധൈര്യം പോർച്ചുഗീസ് പടയെ നേരിട്ടു. ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ മലബാറിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പോർച്ചുഗീസ് അധിനിവേശനത്തിന് എതിരെയുള്ള ഒരു പ്രധാന ചെറുത്തുനിൽപ്പാണ് കോട്ടിക്കുളത്ത് ഉണ്ടായിട്ടുള്ളത്. കോട്ടിക്കുളത്തിൻ്റെ ചരിത്രം നാം ചിന്തിക്കുമ്പോൾ കാസർഗോഡ്, തളങ്കര, ചെമ്മനാട് പ്രദേശങ്ങളിൽ ഇസ്ലാം മതം പ്രചരിക്കുമ്പോൾ തന്നെ കോട്ടിക്കുളത്തും ഇസ്ലാം മതം പ്രചരിച്ചിരുന്നു. കോട്ടിക്കുളത്തേക്ക് ജുമാ നമസ്കാരത്തിന് തെക്കുനിന്ന് വ്യാഴാഴ്ച വൈകുന്നേരങ്ങളിൽ തന്നെ ആളുകൾ എത്താറുണ്ടായിരുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. കോട്ടിക്കുളം പള്ളിക്ക് ചുറ്റുമുണ്ടായിരുന്ന അനേകം പറമ്പുകൾ അക്കാലത്തെ ഭരണാധികാരികൾ പള്ളിക്ക് വിട്ടു നൽകി. പ്രസ്തുത ഭൂമി പാട്ടത്തിനെടുത്ത് അതിൽ കൃഷി ചെയ്തും വീടുകൾ നിർമ്മിച്ചും മുസ്ലിങ്ങൾ പള്ളിക്ക് ചുറ്റുമായി താമസിച്ചു വന്നു. അക്കാലത്ത് ഈ പ്രദേശത്തെ കോട്ടിക്കുളം നഗരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
കുളങ്ങളുടെ പറുദീസ ആയതുകൊണ്ടായിരിക്കാം ഈ നാടിന് കൂട്ടിക്കുളം എന്ന പേര് വന്നത് എന്നും ഒരു ഐതിഹ്യമുണ്ട്. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് 25 ഉറുപ്പിക നിശ്ചയിച്ച് പള്ളിക്കായി വർഷത്തിൽ നൽകിയിരുന്നു. വിശാലമായ ഖബർസ്ഥാനാണ് പള്ളിക്ക് ചുറ്റുമായി നിലനിൽക്കുന്നത്. പോർച്ചുഗീസുകാരുടെ ആഗമനം കൂട്ടിക്കുളം പള്ളിയുടെ വടക്കായി കുരുമുളക്, ഇഞ്ചി കൃഷി വൻതോതിൽ വ്യാപിച്ചിരുന്നു. ഇത് കൈക്കലാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പോർച്ചുഗീസുകാർ തങ്ങളുടെ കപ്പലുകൾ കൂട്ടിക്കുളത്തിനടുത്ത് നങ്കൂരമിട്ടത്. ഇവിടുത്തെ ജനങ്ങൾ അവരെ സധൈര്യം നേരിടുകയും യുദ്ധത്തിലേർപ്പെടുകയും ചെയ്തു. ഗോവയ്ക്കും കൊച്ചിക്കും ഇടയിലുള്ള സഞ്ചാരമാർഗങ്ങൾക്കിടയിൽ കൂട്ടിക്കുളം പോലെ മറ്റനേകം നാടുകളും പോർച്ചുഗീസ് ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് 100ഓളം ചെറുപ്പക്കാരെ യുദ്ധത്തിനായി പ്രത്യേകം തിരഞ്ഞെടുത്തു. പടവെട്ടി തിരിച്ചു വരുമെന്ന് മുതിർന്നവർക്ക് ഉറപ്പില്ലാതിരുന്നതുകൊണ്ട് 100 പേരെയും പള്ളിക്കുന്നിൽ വെച്ച് നിക്കാഹ് കഴിപ്പിച്ചു. മധുവിധു കഴിഞ്ഞ് അവർ യുദ്ധത്തിനായി കടലേറി. തിരിച്ചു വന്നത് 100 മയ്യത്തുകളാണ് എന്നാണ് ചരിത്രം. എല്ലാവരെയും ഒരേ സ്ഥലത്താണ് ഖബറടക്കം ചെയ്തത്. സ്രാതങ്ക എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. സ്ര എന്ന അക്ഷരം നാവിക പോരാളികളെയും തായ് എന്നത് പറങ്കികളെയും സൂചിപ്പിക്കുന്നത് കൊണ്ടാവാം ഈ സ്ഥലത്തിന് സ്രാതങ്ക എന്ന പേര് ലഭിച്ചത് എന്നാണ് ഐതിഹ്യം. ഒരുപക്ഷെ ഇതുകൊണ്ട് അർത്ഥമാക്കിയത് പറങ്കികളുമായുള്ള യുദ്ധത്തിൽ ഷഹീദായ നാവിക പോരാളികളുടെ ഖബർ എന്ന നിലയിലായിരിക്കാം. കൂട്ടിക്കുളത്ത് മൺമറഞ്ഞു കിടക്കുന്ന അനേകം മഹത്തുകളുണ്ട്. ഇങ്ങനെ കൂട്ടിക്കുളത്തിൻ്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ച് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഞ്ചരിക്കുന്ന ട്രെയിൻ ഇപ്പോൾ കാസർഗോഡ് നിന്നും പുറപ്പെട്ട് കുമ്പളയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് പോലെ തന്നെ കുമ്പളയും വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരമാണ്. കാസർഗോഡ് നിന്നും മംഗലാപുരം ഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോൾ കാസർഗോഡ് പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 12 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ കുമ്പള നഗരം സ്ഥിതി ചെയ്യുന്നത്. കണ്വപുര എന്ന യഥാർത്ഥ നാമം മഹർഷി കണ്വയുടെ പേരിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അതിനുശേഷം വാക്കാലുള്ള പ്രക്ഷേപണം വഴി ഈ പേര് കണിപ്പുര ആയി രൂപാന്തരപ്പെട്ടു. കുമ്പളയിലെ ഗോപാലകൃഷ്ണൻ്റെ ചരിത്രപരവും പുരാതനവുമായ ക്ഷേത്രം കണ്വ മഹർഷി വിഭാവനം ചെയ്തതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. തുളവ രാജ്യത്തിൻ്റെ തെക്കൻ ഭാഗം ഭരിച്ചിരുന്ന കുമ്പള രാജാക്കന്മാരുടെ ആസ്ഥാനം കൂടിയായിരുന്നു ഒരു കാലത്ത് ഈ കുമ്പള എന്ന ചെറിയ നഗരം. 12-ാം നൂറ്റാണ്ടിൽ പഴയ മലയാളത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും പഴയ സാഹിത്യകൃതിയായ രാമചരിതം നീലേശ്വരത്ത് നിന്ന് അതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ കണ്ടെത്തിയതിനാൽ കുമ്പളയ്ക്ക് സമീപം എവിടെയോ വെച്ച് എഴുതിയതായി കരുതപ്പെടുന്നു. കൂടാതെ കവിതയിൽ കുമ്പളയിലെ അനന്തപുര തടാക ക്ഷേത്രത്തെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നുണ്ട്. പുരാതന കാലത്ത് കുമ്പള ഒരു ചെറിയ തുറമുഖമായിരുന്നു. കുമ്പളയിലെ മായിപ്പാടി കൊട്ടാരത്തിൽ നിന്ന് ചന്ദ്രഗിരി നദിക്കും നേത്രാവതി നദിക്കും ഇടയിലുള്ള തെക്കൻ തുളുനാടിൻ്റെ മേൽ ആഞ്ഞടിച്ച കുമ്പള രാജവംശം മുമ്പ് വടക്കേ മലബാറിലെ കോലത്തുനാട് രാജ്യത്തിൻ്റെ സാമന്തന്മാരായിരുന്നു. കുമ്പള രാജവംശത്തിന് മലയാളി നായർമാരുടെയും തുളവ ബ്രാഹ്മണരുടെയും സമ്മിശ്ര വംശം ആയിട്ടാണ് നിലനിന്നത്. കർണാടകയിലെ കദംബങ്ങളിൽ നിന്നാണ് തങ്ങളുടെ ഉത്ഭവം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഫ്രാൻസിസ് ബുക്കാനൻ, ഹാമിൽട്ടൺ എന്നിവർ പറയുന്നത് കുമ്പള രാജവംശത്തിൻ്റെ ആചാരങ്ങൾ സമകാലിക മലയാളി രാജാക്കന്മാരുടേതിന് സമാനമായിരുന്നുവെങ്കിലും തുളുനാടിൻ്റെ തെക്കേ അറ്റത്തുള്ള പ്രദേശമായാണ് കുമ്പളയെ കണക്കാക്കിയിരുന്നത്. 16-ാം നൂറ്റാണ്ടിൽ നീലേശ്വരം തലസ്ഥാനമായി കോലത്തിരി രാജാവിൽ നിന്ന് വിജയനഗര സാമ്രാജ്യം കാസർഗോഡ് ആക്രമിക്കപ്പെടുകയും കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. AD 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് സഞ്ചാരിയായ ഡുവാർട്ടെ ബർബോസ കുമ്പള സന്ദർശിച്ചപ്പോൾ
കയർ പകരം മാലദ്വീപിലേക്ക് അരി കയറ്റുമതി ചെയ്യുന്ന ആളുകളെ കണ്ടതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബർബോസയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ മലബാർ തീരത്തെ വടക്ക് കുംബ്ലെ മുതൽ തെക്ക് കന്യാകുമാരി വരെയുള്ള ആളുകൾ ഒരേ തനതായ ഭാഷ സംസാരിച്ചിരുന്നു. അതിനെ അവർ മാലിയമ എന്നാണ് വിളിച്ചിരുന്നത്. ഇങ്ങനെ നാം കുംബ്ലെയുടെ ചരിത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലബാർ എക്സ്പ്രസ് കുംബ്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്.